സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മഷ്റൂം കൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാം. ഇത് 150 ഗ്രാം മഷ്റൂം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇത് മുറിച്ചെടുത്തതാണ്. ഇനി ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായ മസാല എന്തെല്ലാമെന്ന് നോക്കാം. 2-3 അല്ലി വെളുത്തുള്ളി, ഇത് വലിയ വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 10-12 മണി കുരുമുളക്, 5 ഗ്രാമ്പു, 2 ഏലക്കായ, 2 കഷ്ണം പട്ട, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ജാതിപത്രി, 1 കഷ്ണം ജാതിക്ക, ഇവയാണ് വേണ്ടത്. ഇനി ഇതൊന്ന് കല്ലിലിട്ട് അരച്ചെടുക്കാം. കല്ലില്ലാത്തവർ മിക്സിയിലിട്ട് അരച്ചെടുത്താലും മതി. ഇതിന് ആവശ്യമായ 1 കപ്പ് അരി കഴുകി വൃത്തിയാക്കി കുക്കറിൽ 1.5 കപ്പ് വെള്ളവും ഒഴിച്ച് 2 ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് പകുതി സവോള മുറിച്ചത് ഇട്ട് കൊടുക്കാം. നേരിയ രീതിയിൽ മുറിച്ചെടുത്ത സവോളയായിരിക്കണം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് ആയി വന്നാൽ ഇത് പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ നേരത്തെ കല്ലിൽ അരച്ച മസാല കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി അതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ചോറ് ഉപ്പിട്ടാണ് വേവിച്ചത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ഇതിൽ ഇടാവൂ. ഇനി ഈ മസാലയെല്ലാം നല്ലതുപോലെ തിളച്ച് വന്നാൽ ഇതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച മഷ്റൂം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് ഒന്ന് വെന്ത് കിട്ടണം. അതുകൊണ്ട് ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി മൂടി വയ്ക്കാം. മഷ്റൂമിന് അധികം വേവില്ല, അതുകൊണ്ട് ഈ വെള്ളം തന്നെ മതിയാകും. ഇനി മഷ്റൂമിൽ മസാലയെല്ലാം പിടിച്ചു വരുന്നത് വരെ 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കണം. ഇനി തുറന്ന് മഷ്റൂം വെന്തോ എന്ന് നോക്കാം. വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കാം. ഇത് എത്ര വലിയ തിരക്കുണ്ടെങ്കിലും വേഗത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. കഴിക്കാനും നല്ല സ്വാദാണ്. ഇനി ചോറിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഇതിന് മുകളിലായി മല്ലിയിലയും വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സവോളയും ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം മൂടി വെക്കാം. ഇനി ഇത് മഷ്റൂമിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തു വെച്ചും ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കാം. ഇതൊരു പ്രത്യേക സ്വാദാണ്. ഇനി ചോറും കറിയും ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് നോക്കൂ. ഇനി തുറന്ന് നോക്കി 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഗീയുടെ സ്വാദ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ ഒന്നും ഇടാതെയും ഈ മസാല
അരച്ച് ചോറുണ്ടാക്കിയാലും ഒരു പ്രത്യേക സ്വാദ്. ഇത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.